എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. എനിക്ക് ഇന്ന് ഞാൻ പത്രം കണ്ടപ്പോഴാണ് ദേവസ്വം ബോർഡ് അവിടുത്തെ വെടിക്കെട്ടുകൾ ഒക്കെ നിർത്തി വളരെ ലളിതമായ രീതിയിൽ ഉത്സവം നടത്താൻ തീരുമാനിച്ചു എന്നുള്ളൊരു വാർത്ത പത്രത്തിൽ കണ്ടിരുന്നു. പിന്നെ ഇനി ദേവസ്വം ബോർഡ് എന്താ തീരുമാനം എടുത്തതെന്നുള്ളതിന്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല. അതൊക്കെ ഇനി നാളെ ആയിരിക്കും അതിന്റെ ന്യൂസുകളൊക്കെ അറിയാൻ കഴിയുക. എങ്കിലും ഞാൻ ഇന്നലെ മുതൽ ആലോചിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം ഇന്നലെ തന്നെ ഫേസ്ബുക്കിലും നമ്മൾ ന്യൂസുകളിലും അതുപോലെ പത്രം രാവിലെയൊക്കെ ഇന്നത്തെയൊക്കെ പത്രം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉൾപ്പെടെയാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലെ ശിവകാശിയിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ പല പല അപകടങ്ങളിലായി ഒരുപാട് ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും എനിക്ക് പേടിയുണ്ട്. ഞാൻ ഒന്ന് രണ്ട് തവണ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. എന്നെ ഒരു വർഗീയവാദിയോ അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലെ കാര്യം നോക്കിയാൽ മതി എന്നുള്ള രീതിയിലുള്ള കമന്റുകളൊന്നും ദയവായി ഇവിടെ വരരുത്. ഞാനിവിടെ മതമല്ല പറയുന്നത്, മനുഷ്യന്റെ ജീവനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം മനുഷ്യൻ ഇവിടെ ഉള്ളപ്പോഴാണ് നമുക്ക് ഈ മതവും രാഷ്ട്രീയവും ഒക്കെ ഉള്ളത്. മനുഷ്യന്റെ ജീവനാണ് നമ്മൾ ആദ്യം വില കൽപ്പിക്കേണ്ടത്. അതായത് യാതൊരുവിധ ഉറപ്പുമില്ലാത്ത ജോലിയാണ് ഈ ഒരു വെടിക്കെട്ട് പുരയിൽ ഇവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കമ്പം നടക്കുന്ന സ്ഥലത്തും നമുക്ക് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം നടന്നതറിയാം. അതിന്റെ ഒരു വിക്റ്റിമാണ് ഞാൻ. അതായത് എന്റെ ഫാമിലിയിൽ നിന്നുള്ള ഒരാൾ കൂടി ആ വെടിക്കെട്ട് അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പം എന്റെ വീഡിയോ കാണുന്ന എന്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. എന്റെ ഫാമിലി, എന്റെ കുടുംബത്തുള്ള ഒരാൾ ആ വെടിക്കെട്ട് അപകടത്തിൽ മരിച്ചു. എന്റെ നാട്ടിലുള്ള ഒരാൾ മരിച്ചു. അവരൊക്കെ നല്ല ഈ പൂരപ്രേമികളായിട്ട് അത് കാണാൻ വേണ്ടി പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ അവിടെ അതിന് ജാതിയോ മതമോ ഒന്നുമില്ല. ഉത്സവങ്ങളിലായാലും അതുപോലെ പള്ളി ചർച്ചുകളിലെ പെരുന്നാളിനായാലും ഒക്കെ ഈ വെടിക്കെട്ടുകൾ, അതായത് ഈ കമ്പം വലിയ സ്ഫോടനത്തോടു കൂടിയുള്ള ശബ്ദവും വെടിക്കെട്ടുകളും കാണാൻ നല്ല ഭംഗിയാണ്. അത് ആസ്വദിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ഒരു സൈഡിൽ നിൽക്കട്ടെ. പക്ഷേ എങ്കിലും ഒരു സുരക്ഷിതത്വവും, മനുഷ്യന്റെ ജീവന് ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത ഇത്തരത്തിലുള്ള അപകടം പിടിച്ച ആഘോഷങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളതല്ലേ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യം. നമ്മൾ എന്തെല്ലാം ആവശ്യവും അനാവശ്യവുമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്യുന്നു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നമ്മളിവിടെ ചർച്ചയ്ക്ക് എടുക്കണ്ടേ? എത്ര കുടുംബങ്ങൾ അനാഥമായി. അവരൊന്നും ഒരുപാട് പൈസ അക്കൗണ്ടിലുണ്ട്, ലക്ഷങ്ങളോ അല്ലെങ്കിൽ ജീവിക്കാൻ വേറെ നിർവാഹമുള്ളവരോ അല്ലെങ്കിൽ കുടുംബ ആസ്തിയോ ഒന്നും ഉള്ളവരല്ല. വെറും സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാരാണ് ഈ ഇങ്ങനെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നതും ഇപ്പൊ മരിച്ചു പോയിട്ടുള്ളവരും. സത്യം പറഞ്ഞാൽ ആ ഓരോ കുടുംബത്തിന്റെയും അവസ്ഥകൾ കാണുമ്പോൾ സങ്കടം വരികയാണ്. എന്ത് ചെയ്യും? അമ്മ, സഹോദരി, ഭാര്യ, മക്കൾ, അവരിനി എന്ത് ചെയ്യും? യാതൊരുവിധ ഗ്യാരന്റിയും ഇല്ലാത്ത ജോലിയാണ് അവർ ചെയ്യുന്നത്. അതായത് ഇത്രയും ചൂടാണ്. ഈ ചൂട് സമയത്ത് ചെറിയ ഒരു സ്പാർക്ക് മതി. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സൂര്യന്റെ ചൂട് തന്നെ മതിയായിരിക്കും ഈ ചെറിയ തിരികൾക്കൊക്കെ തീ പിടിക്കാനായിട്ട്. അതുപോലെ ഇത് പൊട്ടിക്കുന്ന സ്ഥലത്തും എന്തെങ്കിലും സേഫ്റ്റി ഉണ്ടോ? ഇതെല്ലാം വെച്ചിരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ചെറിയൊരു തീപ്പൊരിയോ എന്തെങ്കിലും ഒന്ന് വീണ് കഴിഞ്ഞാൽ അത്രയും പേരുടെ ജീവനും എന്തെങ്കിലും സുരക്ഷിതത്വം ഉണ്ടോ? അപ്പൊ ഞാനിവിടെ പറയുന്നത് ആഘോഷങ്ങളോ ഉത്സവങ്ങളോ ഒന്നും വേണ്ട എന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിവിടെ മനുഷ്യത്വത്തെക്കുറിച്ച്, മനുഷ്യന്റെ ജീവനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. മനുഷ്യനും ജീവനുമാണ് ഇവിടെ പ്രധാനം. അതിനുശേഷം മാത്രമാണ് അടുത്ത രണ്ടാമത്, അതായത് മതവും ആചാരവും അല്ലെങ്കിൽ ആഘോഷങ്ങളും ഒക്കെ രണ്ടാമത്തെ കാര്യമായിട്ടാണ് നമ്മൾ സെക്കൻഡറി ആയിട്ടാണ് പറയുന്നത്. പ്രൈമറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവനാണ് നമുക്ക് ഏറ്റവും വില. ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഓരോ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ഒരുപാട് നമ്മുടെ ഈ മോഡേൺ യുഗത്തില് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അത്രയ്ക്കും ഞങ്ങളുടെ, അല്ലെങ്കിൽ അതൊരു ആചാരമാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയ അപകടമില്ലാത്ത, വലിയ സൗണ്ടുകളോ വിഷപ്പുകകളോ ഇല്ലാത്ത എന്തെങ്കിലും ചെറിയൊരു സ്പാർക്ക് വന്നാലും അവിടെ നിന്ന് പെട്ടെന്ന് അണച്ച് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റില്ലേ? കുറച്ചും കൂടി പ്രായോഗികമായി നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതല്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതായത് ഈ ചൈനീസ് ലൈറ്റിങ് പടക്ക അത് ഇങ്ങനെ വലിയ അപകടമില്ലാത്ത ചെറിയ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും രീതിയിൽ ചെയ്യുന്നതല്ലേ നല്ലത്?
അപ്പോൾ ഇനി തൊഴിലാളികളുടെ തൊഴിലിനെ പറ്റി സംസാരിക്കും. എന്ത് തൊഴിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു സാധനം ഇവിടെ നിരോധിച്ചതിന്റെ പേരിൽ ഒരു കുടുംബവും പട്ടിണി കിടക്കില്ല. നമുക്ക് ആ ഒരു ജോലി, അത്രയും റിസ്ക് ഉള്ള ഒരു ജോലി ചെയ്യുന്ന ഒരു മനുഷ്യന് നമ്മുടെ നാട്ടിലിറങ്ങി വേറെ എന്ത് ജോലി വേണേലും ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, 10-13ഓളം സെലിബ്രിറ്റിയുടെ മുഖത്ത് മേക്കപ്പ് ഇട്ട ആളാണ്. ബിജീഷ് ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്, ഞാൻ ഓർക്കുന്നില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് നടിമാര്, നമിത പ്രമോദ്, അനന്യ തുടങ്ങിയ ഒരുപാട് നടിമാര് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹത്തിന് അപ്പൊ ഈ പൂരത്തോടുള്ള കമ്പമാണ് അദ്ദേഹം അവിടെ വന്നിരുന്ന് ആ പണികൾക്ക് സഹായിച്ചതും അതില് അദ്ദേഹത്തിന്റെ വേറുപാടും ആ ഭാര്യയും അമ്മയൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഓരോരുത്തരുടെയും അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞാനൊന്ന് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ ഇതേപോലെ അപകടങ്ങൾ നടക്കുന്ന രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മൾ കുറെയൊക്കെ ഒന്നുകിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ ഈ അപകടമില്ലാതെ അതിനൊരു ബദൽ മാർഗം കണ്ടുപിടിക്കുക. ഈ വെടിക്കെട്ട് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കാതെ അതിനെന്തെങ്കിലും തീരുമാനങ്ങൾ നമ്മുടെ സർക്കാരും ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഈ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും കൂടി ആലോചിച്ച് ഇതുപോലുള്ള ലൈറ്റിനിങ് മതിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റൽ സംവിധാനങ്ങളോ, അല്ലെങ്കിൽ ആ കളറിങ് ലൈറ്റിങ്ങും ഒക്കെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്താനും അതുപോലെ തന്നെയാണ് നമ്മൾ വേറൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ ആനയുടെ കാര്യവും അതുപോലെയല്ലേ. ഈ പൂരപ്പറമ്പിലൊക്കെ നിൽക്കുന്ന ആനകൾ കൂടുതലും വയലന്റ് ആകുന്നത് ഈ സൗണ്ടുകളൊക്കെ കേട്ടിട്ടായിരിക്കാം. അപ്പം ഈ ആന ഇളകി അപകടം ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ഈ വെടിക്കെട്ട് അപകടങ്ങളും ഒക്കെ എന്താ പറയുന്നത്, കുറച്ചും കൂടി ഒന്നുകിൽ അത് പൂർണ്ണമായും ഒരു വിശ്വാസത്തിന്റെയും ആഘോഷങ്ങളൊന്നും നിർത്തണം എന്നല്ല പറയുന്നത്, പക്ഷേ എങ്കിലും അതിന് വേറെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ എന്റെ സോഷ്യൽ മീഡിയയിൽ എന്നെ കേൾക്കുന്ന എന്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ ഇതിന് യാതൊരുവിധ ജാതിയോ മതമോ കാണാതെ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, ഞാനൊരു സാമൂഹിക വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ല ഞാനൊരു വർഗീയ പരാമർശമോ ഒരു വ്യക്തിയെ ആക്ഷേപിക്കാനോ ഒരു മതത്തിനെ ആക്ഷേപിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. എങ്കിലും എന്റെ തലയിലെ തട്ടമൊക്കെ കാണുമ്പോൾ നീ നിന്റെ അവിടുത്തെ കാര്യം നോക്കാൻ പോയാൽ മതി, നീ നിന്റെ പള്ളിയിലെ കാര്യം, അങ്ങനെയുള്ള കമന്റുകളൊന്നും ദയവായി ഇവിടെ ഇടരുത്. ഞാൻ മനുഷ്യരുടെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരല്പമെങ്കിലും മനുഷ്യത്വം നിങ്ങളുടെ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു വീഡിയോയുടെ അടിയിൽ നിങ്ങൾ അങ്ങനെ ഒരു കമന്റ് ഇടരുത്. കമന്റുകളൊക്കെ പോസിറ്റീവും നെഗറ്റീവും വരാം, പക്ഷെ ഞാൻ ഇപ്പൊ ഈ പറയുന്ന, നിങ്ങൾ എന്റെ വേറെ ഏത് വീഡിയോയ്ക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കമന്റ് ഇട്ടോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുന്നത്, അതിനകത്തൊരു യുക്തി ഉണ്ട്. ഒരുപാട് ജീവനുകൾ പൊലിഞ്ഞതാണ്, ഇനിയും ഇത് ആവർത്തിച്ചാൽ ഒരുപാട് ജീവനുകൾ പൊലിയും എന്നൊക്കെ നിങ്ങൾക്കൊരു വിചാരമുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ എന്നെ കാണുന്ന ഇതിനകത്തുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഈ ഒരു ടോപ്പിക്ക് ചർച്ചയാക്കി ഇത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുക. അവരും ചർച്ച ചെയ്തിട്ട് ഇത് പൂർണ്ണമായി നിർത്തുകയാണെങ്കിൽ നിർത്തുക. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ ചൈനീസ് പടക്കങ്ങളോ അല്ലെങ്കിൽ ഡിജിറ്റൽ സംവിധാനങ്ങളോ കളറിങ് ലൈറ്റിംഗ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പൂരവും പിന്നെ അമ്പലത്തിലെ ഉത്സവങ്ങളും ഒക്കെ നടത്താം. അതുമൊക്കെ കളർഫുൾ ആവും. അപകടം നിറഞ്ഞ പരിപാടികളൊക്കെ പൂർണ്ണമായി നമ്മൾ ഒഴിവാക്കണം. ഓരോ കുടുംബങ്ങളും ഓരോ ജീവനും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. നമ്മളൊരു ദിവസം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പേടിയാണ്, ഇന്ന് മുഴിപ്പിക്കണേ. പിറ്റേന്ന് രാവിലെ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു നന്ദിയാ. നമ്മൾ വിശ്വസിക്കുന്ന XY ദൈവത്തിനോടൊരു നന്ദി. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റല്ലോ. അപ്പോൾ ഈ അപകടങ്ങളൊക്കെ കൂട്ടത്തോടെയുള്ള ഇതുപോലുള്ള അപകടങ്ങളൊക്കെ കേൾക്കുമ്പോഴല്ല, അത് അനുഭവിക്കുന്നവർക്കാണ്. നമ്മൾ കേൾക്കുന്നു, 2 ദിവസം വിഷമിക്കുന്നു, നമ്മൾ ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നു, പക്ഷെ ജീവിതകാലം മുഴുവൻ ആ ദുഃഖഭാരവും ഏറി ജീവിക്കേണ്ടി വരുന്ന കുടുംബങ്ങളുടെ അവസ്ഥ നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ ദയവായിട്ട് വേണ്ടപ്പെട്ട അധികാരികൾ, സർക്കാർ, ദേവസ്വം ബോർഡ്, അതുപോലെ ഈ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം കൂടിയാലോചിച്ച് ഇതുപോലുള്ള പടക്കങ്ങൾ, പൂരങ്ങൾ, കമ്പപ്പരകൾ, വെടിക്കെട്ടുപെരകൾ ഒന്നും ഇല്ലാത്ത അവസ്ഥ തന്നെ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിനകത്ത് യാതൊരു എന്താ പറയുന്നത് ഉപേക്ഷയും വിചാരിക്കേണ്ട കാര്യമില്ല. ഇവിടെ മനുഷ്യ ജീവനുകൾക്കാണ് വിലയുള്ളത്, അല്ലാതെ ഈ പടക്കം പൊട്ടിക്കുന്നതിനും കമ്പത്തിനും വെടിക്കെട്ടിനും ഒന്നും അല്ല. ഇവിടെ മനുഷ്യന്റെ ജീവന് തന്നെയാണ് വില. താങ്ക് യു.